വി ഡി സതീശൻ എന്ന വിടുവായൻ പറയുന്ന പച്ച നുണകളെ പി കെ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും കൂടെ തന്നെ പൊളിച്ചടുക്കി കൈ കൊടുത്താൽ എങ്ങനെയിരിക്കും? എന്നാൽ അത്തരത്തിലൊരു പ്രതികരണം പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുണ്ട്. ഞാൻ പോയിരുന്നല്ലോ, പരിപാടിക്ക് നമ്മളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ സർക്കാരിന്റെ പദ്ധതി നമ്മുടെ കൂടി പദ്ധതിയല്ലേ? അല്ല, ഇന്ന് പോകണില്ല, പിന്നെ പോകും. സർക്കാരിന്റെ പദ്ധതിക്ക് നമ്മൾ സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാനും പേരിലല്ലേ വീട് കൊടുക്കുന്നുള്ളൂ. ബാക്കി അവരല്ലേ കൊടുക്കുന്നത്. നമ്മളതിനെല്ലാവരും ഒരു സപ്പോർട്ട് അതാണ്. ഞങ്ങളൊക്കെ പൈസ കൊടുത്തിട്ട് മാത്രമല്ല, ഞങ്ങൾ അതിന് സപ്പോർട്ടാണ്. ഗവൺമെന്റ് ഞങ്ങൾക്കും സപ്പോർട്ടാണ്. ഞങ്ങളെ ലാൻഡ് സംബന്ധിച്ചൊക്കെ എന്തെല്ലാം വിവാദം ഉണ്ടായതാണ്. അവസാനമൊന്നുമില്ലല്ലോ. അതിപ്പോൾ ഈ ദുരന്തത്തിനിരയായ ആളുകളെ ഓർക്കുമ്പോൾ ആരും പിന്നെ അതിനൊന്നും നിസ്സഹകരണമോ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കൂല. എല്ലാവരും സഹകരിച്ചല്ലേ പോകുന്നത്. പദ്ധതികളൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയാണ്. അങ്ങനെ എന്താ അഭിപ്രായം? രാഷ്ട്രീയമായി ആരും ഉപയോഗിക്കുന്നില്ല. രാഷ്ട്രീയമായി ആരും ഉപയോഗിക്കും. ഞങ്ങൾ പോലും ഇപ്പോൾ ഈ ദുരന്തത്തിനിരയായവരുടെ കാര്യത്തിൽ പൊളിറ്റിക്സ് അധികം പറയുന്നില്ല. എല്ലാവരും സഹകരിക്കില്ല. അത് നല്ല കാര്യമല്ല. അല്ലാതെ തന്നെ രാഷ്ട്രീയം പറയാനുണ്ടല്ലോ. വ്യക്തമായി കേട്ടല്ലോ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്നാ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയത്, അല്ലെങ്കിൽ അവർക്കു വേണ്ടി നിലകൊണ്ടത് പിണറായി സർക്കാരാണെന്ന സത്യം. ആ സത്യം മുസ്ലിം ലീഗ് തന്നെ, പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ സതീശൻ എന്ന പച്ച നുണ മാത്രം വാതുറന്നാൽ പറയുന്ന ആ വ്യക്തി പടച്ചുവിട്ട നുണക്കൊട്ടാരം തകർന്നടിഞ്ഞു വീഴുകയാണ്. കൃത്യമായി തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരോ വയനാട്ടിലെ ദുരന്തബാധിതർക്കു വേണ്ടി ഒന്നും ചെയ്തില്ല. ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും അവരെ സഹായിക്കാൻ തയ്യാറായത്, കുറച്ചു വീടെങ്കിലും പണിഞ്ഞു കൊടുക്കാൻ തയ്യാറായത് ലീഗാണ്. അപ്പോൾ പിണറായി സർക്കാർ ചെയ്യുന്ന ബാക്കിയുള്ള ദുരിതത്തിൽപ്പെട്ട കുടുംബങ്ങളെ ചേർത്തു നിർത്തിയ, അവർക്ക് തണലായി മാറുന്ന ഭൂരിഭാഗം വീടും നൽകുന്ന പിണറായി സർക്കാരിനെ എന്തിനാണ് ഇങ്ങനെ മാധ്യമ വേട്ടയ്ക്ക് ഇരയാക്കുന്നത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്ന നഗ്നമായ സത്യം. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാരിനെ കരിവാരി തേക്കുവാൻ വേണ്ടി നടത്തുന്ന പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും മാത്രമാണ് സതീശനടങ്ങുന്ന, ടി സിദ്ദിഖടങ്ങുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു പുലമ്പുന്നത്. ഇനി നിങ്ങൾ എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കണ്ണുള്ളവർക്ക് കാണുവാൻ സാധിക്കും, കാതുള്ളവർക്ക് കേൾക്കുവാൻ സാധിക്കും. അങ്ങ് വയനാട് ദുരന്തബാധിത മേഖലയിൽ നിന്നുള്ള ആ ജനങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നത്, അവരുടെ സന്തോഷം അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ശരി, കൽപ്പറ്റയിൽ ഉയർന്നു വരുന്ന ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുമ്പോൾ സത്യത്തിൽ നെഞ്ചിടിക്കുന്നത് സതീശന്റെ തന്നെയാണ്.